എനിക്ക് അത്യാവശ്യം കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ എണീച്ചു ഗൈസ്, തിന്നു, ഞാൻ കുടിച്ചു, ഞാൻ ഉറങ്ങി, അങ്ങനത്തെ അല്ല കേട്ടോ. സാവിൻ്റെ ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞ് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഇന്ന്. ഇപ്പം ഞാൻ പോകുന്നത് നാട്ടിലെ അമ്പലത്തിൽ ഫുഡ് കഴിക്കാനാണ്. ഭജനമാണ് ഇന്ന് അമ്പലത്തിൽ. അപ്പോൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കി തിന്നാനാണ് പോകുന്ന വഴിക്ക് പാറുക്കുട്ടീനെ കണ്ട് ഇതെൻ്റെ പൊന്നിയേച്ചീൻ്റെ മോള്. അങ്ങനെ പാറുവിൻ്റെ ഒരു പിക്ക് എടുത്ത് നേരെ അമ്പലത്തിലേക്ക്. പിന്നെ എന്നെ അമ്മനെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, ഞാനും അമ്മയും ഒരിടത്ത് കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ടാവില്ല. ലേറ്റ് ആവാണ്ടല്ലാണ്ട് നമ്മൾ എത്തലില്ല. ഇടിയും ചോറ് തീർന്ന് അവരാദ്യം ചോറാക്കി അതാണ് നമ്മൾ തിന്നുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ലേറ്റ് ആവുന്നത് വെച്ചാൽ ആർക്കറിയാം, ആ സമയമാകുമ്പോഴായിരിക്കും എന്തെങ്കിലും എല്ലാം പണി നമുക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മൾ ലേറ്റ് ആവും, അത്ര തന്നെ. അതെല്ലാം പോട്ടെ, ഇനി നമുക്ക് ക്രിസ്മസ് ഷൂട്ടിലേക്ക് കിടക്കാം. പലൂത വിൻറ്റേജ് കഫേയിൽ കാഞ്ഞങ്ങാടുള്ള പലൂതയിൽ വെച്ചിട്ടാണ് നമ്മൾ സാവിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പലൂതേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ വീഡിയോയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സാവിൻ്റെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഇങ്ങോട്ട്. സാവി ജനിച്ച പിന്നെ എൻ്റെ മെയിൻ പണി ഇതാണ്. സാവിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കലുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, നിനക്കെന്തൊരു പ്രാന്താ ഇങ്ങനെ എല്ലാത്തിനും ഫോട്ടോ എടുക്കാൻ, എനിക്ക് എല്ലാത്തിനും പുതിയ ഡ്രസ്സും എടുക്കണം, അവൻ്റെ ഫോട്ടോസും എടുക്കണം. അറിയില്ല, ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുന്നതല്ലേ ഭാവിയിൽ വലുതായി അവർ കാണിച്ചു കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് കാര്യം എന്താ. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫോട്ടോസ് എല്ലാം, എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് വെക്കലുണ്ട്. ആ ഗ്യാപ്പിലോട്ട് ഞാനും അവൻ്റെ ഒപ്പം ഫോട്ടോസ് എല്ലാം എടുക്കും. പാവം ശ്രീനെ മിസ്സാവും കേട്ടോ. എനിക്കിങ്ങനെ നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ പോട്ടെ, ശ്രീനി വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. ഇനി നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ട്രീ എന്ന് പറഞ്ഞാൽ അതായത് സാവിക്ക് 6 മാസം ഉണ്ടാകുമ്പോഴാണ് സാവിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു ട്രീ. അന്ന് എനിക്ക് കാര്യമായിട്ടുള്ള വലിയ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ട്രീ എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ടെല്ലാം ഉണ്ടായി. ഇപ്പോൾ സാവിക്ക് ആ ട്രീൻ്റെ അത്ര തന്നെ ഹൈറ്റ് ആയി കേട്ടോ. പിന്നെ പുതിയ ട്രീ വാങ്ങാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അങ്ങനെ വെറുതെ നമ്മൾ പൈസ കളയുന്നത് മോശമല്ലേ. മെയിനായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് ഞാനൊരു ഡെക്കർ ഐറ്റം വാങ്ങി. അപ്പോൾ 90 എനിക്ക് പൈസ ആയത്. ഇപ്പുറത്തെ ഷോപ്പ് കയറിയപ്പോൾ അതേ സാധനത്തിന് 75. ആടെ തന്നെ തകർന്നു പോയി എൻ്റെ മനസ്സ്. പിന്നെ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല. ശ്രീലക്ഷ്മീൻ്റെ അടുത്ത് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം വെച്ച് തട്ടിക്കൂട്ടാന്ന് പറഞ്ഞ് ചെറിയൊരു സിമ്പിൾ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. നമുക്ക് ആദ്യം സാവി ബേബീനെ ഞാനെടുത്ത ഫോട്ടോസ് കാണാം. ഫോട്ടോസ് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സിമ്പിൾ ഫോട്ടോസ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ ഫോട്ടോസ് എല്ലാം. സാവി ബേബിക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയും, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ ഒരു കുഞ്ഞു കേക്കും കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ച്. കേക്ക് അവനെ നോർമലി തിന്നാനാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ എന്തായാലും വാങ്ങുന്നതുകൊണ്ട് അതിലൊരു ചെറിയ ഡെക്കറേഷൻ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് ട്രീൻ്റെ. അപ്പോൾ അതാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആടെയുള്ള മാനേജേഴ്സ് ആയാലും ഷോപ്പിലുള്ളവരായാലും എല്ലാവർക്കും അടിപൊളി ബിഹേവ് ആണ്. കസ്റ്റമർ സർവീസ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അവരത്. കേക്കിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ വരക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ അവർ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലേറ്റിൽ ആദ്യം വരച്ച് നോക്കി, പിന്നെ കേക്കിൽ എനിക്ക് സെറ്റാക്കി തന്നെ. കേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ലിറ്റിൽ സാൻറ്റേനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായി പോയതുകൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സാവിക്ക് തിന്നാൻ കൊടുത്ത്. അവനാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. കേക്ക് പിടിച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുപ്പിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ നടന്നിട്ടില്ല ഗൈസ്. സാവി കേക്ക് കണ്ട ഔട്ട് ഓഫ് കൺട്രോൾ ആവും.
ബാക്കി വന്ന കേക്ക് നമ്മൾ വീട്ടിലേക്ക് എടുത്ത് വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ തിന്നാന്ന് വെച്ചിട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിന് ഇത്ര ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇന്ന് ഇടുന്ന് തിന്നപ്പോൾ ആണ് മനസ്സിലാക്കിയത്. എനിക്ക് അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും അത്ര താല്പര്യമില്ല. പണ്ടേ തിന്ന് മടുത്തോണ്ടായിരിക്കും. പക്ഷെ ഇന്ന് തിന്ന റെഡ് വെൽവെറ്റ്, അതായത് ആടുന്ന് തിന്ന റെഡ് വെൽവെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അല്ല ഗൈസ്, എനിക്ക് ഐബ്രോവും കൂടി ത്രെഡ് ചെയ്യാനുണ്ട്. ഞാൻ പിരികം വളർന്ന് പിള്ളേച്ചിനെ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത്. സാവിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടൗണിലെല്ലാം നമുക്കിങ്ങനെ അവനെ നടക്കാൻ വിടാൻ കഴിയില്ലല്ലോ. അതിനു വേണ്ടി സാവി കരഞ്ഞിങ്ങനെ ഭയങ്കര പ്രശ്നമാക്കും. അങ്ങനെ കുറച്ചെല്ലാം നമ്മൾ നടക്കാൻ വിടലുണ്ടാവന. പിന്നെ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ഒറിക്സിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അമ്മയും ശ്രീലക്ഷ്മിയും ഞാനും. എനിക്കിപ്പോൾ ഏടെ പോകുമ്പോഴും ശ്രീലക്ഷ്മി എൻ്റെ ഒപ്പം വേണം എന്നുള്ള ഒരു ഇതായി ഗൈസ്. അങ്ങനെ അവളെ താങ്ങി എനിക്കിപ്പോൾ അവളില്ലാണ്ട് എവിടെയും പോയാൽ ശരിയാവുന്നില്ല എന്നുള്ളൊരു രീതിയിലായി ഞാൻ. ഇപ്പം തന്നെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അവളെന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനടി നീ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വാ. ഞാൻ പറയില്ല, വാ എന്നാക്കിയിട്ട് അങ്ങനെ വരുത്തിച്ചതാണ് ഞാൻ അവളെ. അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്നത്. ഞാൻ മസാല ദോശയാണ് വാങ്ങിയത്, അവൾ നെയ് റോസ്റ്റും, അമ്മ ബോണ്ടയും പഴംപൊരിയും അങ്ങനെ എന്തെല്ലോ കടികളും ചായയും അങ്ങനെയാണ് വാങ്ങിയത്. സാധാരണ എടുത്ത മസാല ദോശക്കും കടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അന്നത്തെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. മസാല ദോശ ഒരു ഭയങ്കര ഫീൽ ഗുഡ് മസാല ദോശയൊന്നുമല്ല. കടിയും ബോണ്ടയൊന്നും തീരെ രസം ഉണ്ടായിട്ടില്ല, തിന്നാൻ വരെ രസം ഉണ്ടായിട്ടില്ല. അങ്ങനെ അമ്മ അതവിടെ ബാക്കി വെക്കുകയോ ചെയ്ത് തിന്നിട്ടൊന്നുമില്ല. സാവി ഇങ്ങനെ ആർക്കും കൈ കൊണ്ടൊന്നും കൊടുക്കലൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ശീലിപ്പിച്ച് വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ചായ കുടിച്ചാടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ യുണീക്കിലാണ് പോയത്. ഇത് നമ്മളെ കാഞ്ഞങ്ങാട് ഗിരിജ ജ്വല്ലറീൻ്റെ എല്ലാം ആ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഞാൻ ഇവിടെ തന്നെയാണ് പിരികെടുക്കൽ. എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് എടുക്കൽ. മുമ്പെല്ലാം മാറി എടുത്തുകൊണ്ടുണ്ടായിന്. പിന്നെ ഒരിക്കൽ ഇവിടെ വന്നിട്ട് എടുത്ത ശേഷം എനിക്കിവിടെ ഇഷ്ടമായി. ഒരു പെണ്ണുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാട്ടാ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ വീഡിയോയിൽ. അവൾ എനിക്ക് എടുത്താൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നല്ല രസത്തിൽ എടുത്തു തരും. ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്നപ്പോൾ ഞാനും കാശിയുമാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നടന്ന് ഉള്ളിലോട്ട് പോകണം. അന്നാണെങ്കിൽ ആരും ഉണ്ടായിട്ടില്ല. എനിക്കും പേടിയാണെന്നുണ്ടായിന്. അപ്പോൾ കാശി ഉള്ളിലെത്തിയപ്പോഴാണ് വാ ചുമ നമുക്ക് തിരിച്ചു പോവാം. കാരണം അവിടെയുള്ള ആ ഒരാൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്കും പേടിയായി. എന്താ പേടി നോക്കുക, അവരെൻ്റെ കണ്ണൂത്തി പൊട്ടിക്കോ, നമ്മളെന്തെങ്കിലും ചെയ്യോ, അങ്ങനത്തെ എന്തെല്ലോ മണ്ടത്തരം പേടി അങ്ങനെയെല്ലാം ഉണ്ടായിന്. കാശിക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിന്. പിന്നെ വന്ന് എനിക്കിപ്പോൾ ഇടുന്നേ ത്രെഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലായി ഞാൻ. എനിക്ക് അങ്ങനെയാണ് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞാൻ ആടെയേ പോകും. ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കയില്ല. എനിക്കങ്ങനെ എന്തെല്ലോ സ്വഭാവം ഉണ്ട്. ശ്രീ അടക്കം എൻ്റെ അടുത്ത് പറയലുണ്ട്, നിനക്ക് എന്തടി ഇങ്ങനെയെല്ലാം സ്വഭാവം. അതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല. എന്തെല്ലോ സ്വഭാവം ഉണ്ട് എനിക്ക്. ചിലത് ഇഷ്ടപ്പെടില്ല, ചില ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനന്ന് തിന്നുകയില്ല. ഇപ്പം ഞാൻ മെല്ലെ എൻ്റെ സ്വഭാവമെല്ലാം മാറ്റി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യുന്ന എൻ്റെ ആ ഫേവറേറ്റ് പേഴ്സൺ. അവൾ എനിക്ക് ചെയ്ത് തന്നാലേ എനിക്ക് സെറ്റാവും. നല്ല അടിപൊളിയിൽ ചെയ്തു തരും. ക്യാമറ കണ്ടപ്പോൾ അവൾക്ക് നാണം വന്ന്. ഞാനും അവളും ഇംഗ്ലീഷും മലയാളം ഹിന്ദി മിക്സിലെല്ലാം എങ്ങനെയല്ലോ ആണ് സംസാരിക്കൽ. എനിക്ക് അവൾ ചെയ്തു തന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തരലുണ്ട്. എൻ്റെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു തരലുണ്ട്. പിന്നെ ഐബ്രോ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പിരികത്തിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ചോപ്പ് കളറായിട്ട് വീങ്ങി വരും. അതെന്താ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ത്രെഡ് ചെയ്ത ഭാഗത്ത് മൊത്തമായിട്ട് ഇങ്ങനെ കുരു വരും. പിന്നെ ഫുള്ള് റെഡാവും, വീങ്ങി പൊന്തിയിട്ടെല്ലാം ആവും. അതുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഒരാഴ്ച മുന്നേ ഐബ്രോ ത്രെഡ് ചെയ്ത് വെക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് പണി കിട്ടും എന്നറിയാം. ത്രെഡ് ചെയ്യൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂട്ടുമ്മൽ ഇറങ്ങിയപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിനി. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചോക്ലേറ്റ് എല്ലാം കൊടുക്കുന്നുണ്ടായിനി. സാവിക്ക് പേടിയാണ് കേട്ടോ. ഇങ്ങനെ ഇഷ്ടമാണ് കാണാൻ, പക്ഷെ അവന് പേടിയാണ്. പക്ഷെ എന്നാലും അവൻ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വേഗം എന്നെ കെട്ടിപ്പിടിച്ച് ഇനി നേരെ വീട്ടിലോട്ടേക്ക്. പിന്നെന്താ, അപ്പോൾ ശരി, എന്നാൽ ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ്.